എല്ലാവർക്കും A&D സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഇന്ന് കാറ്ററ്റ് കാറ്റഗറി 2 2019 നവംബർ സോഷ്യൽ സയൻസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യം ആരംഭിച്ചത് എവിടെയാണ്? ഇവിടെ ഓപ്ഷൻ കൊടുത്തത് മുംബൈ ഹൈ, അങ്കലേശ്വർ, ഡിഗ്ബോയ്, നെയ്വേലി. ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യം ആരംഭിച്ചത് എവിടെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി, ഡിഗ്ബോയ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഈ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, ആൻസറും അറിയുന്നതാണ്. അപ്പോൾ ഇതിന് ഓപ്ഷൻ വേണമെന്ന് തോന്നുന്നില്ല. ആൻസർ കെ കേളപ്പൻ എന്നാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ അടുത്തത്: ധരാതലീയ ഭൂപടങ്ങളിൽ തരിശു ഭൂമി ചിത്രീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം. ഇവിടെ തരിശു ഭൂമിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ തവിട്ടു നിറം, വെള്ള നിറം, മഞ്ഞ നിറം, കറുപ്പ് നിറം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി, വെള്ള നിറം. അടുത്ത ക്വസ്റ്റ്യൻ: ചെലവ് വരവിനേക്കാൾ കൂടുതലാകുമ്പോൾ ബജറ്റ് അർത്ഥമാക്കുന്നത് ഏത് ബജറ്റാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ മിച്ച ബജറ്റ്, രണ്ടാമത്തെ കമ്മി ബജറ്റ്, മൂന്നാമത്തെ സമതുലിത ബജറ്റ്, ഫോർത്ത് വൺ പ്രൊമോഷൻ ബജറ്റ്. ആൻസർ ഓപ്ഷൻ ബി, കമ്മി ബജറ്റ്, അതായത് ഡെഫിസിറ്റ് ബജറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സാമ്പത്തികേതര ഘടകം? അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ പ്രകൃതി വിഭവങ്ങൾ, ഓപ്ഷൻ ബി മൂലധന ശേഖരണം, ഓപ്ഷൻ സി ജനസംഖ്യാ വളർച്ച, ഓപ്ഷൻ ഡി നിയമനിർമ്മാണം. അപ്പോൾ ഇവിടെ ഏതാണ് സാമ്പത്തികേതര? ഓപ്ഷൻ ഡി നിയമനിർമ്മാണം, ലെജിസ്ലേഷൻ, അതാണ് ആൻസർ. പിന്നെ അടുത്ത് 36ാമത്തെ ക്വസ്റ്റ്യൻ: ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് വികസിത സമ്പദ് വ്യവസ്ഥ ഇല്ലാത്തത്? വികസിത സമ്പദ് വ്യവസ്ഥ ഇല്ലാത്ത രാജ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ സ്വിറ്റ്സർലാൻഡ്, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി യുണൈറ്റഡ് സ്റ്റേറ്റ്, ഓപ്ഷൻ ഡി ജപ്പാൻ. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യയാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അറിയുന്നതാണ്. വ്യവസായ വിപ്ലവം ആരംഭിച്ചത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഓപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. ഓപ്ഷൻ സി, ഇംഗ്ലണ്ട്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളമുള്ളത്? ഓപ്ഷൻ എ ഗോദാവരി, ഓപ്ഷൻ ബി നർമ്മദ, ഓപ്ഷൻ സി താപ്തി, ഓപ്ഷൻ ഡി ലൂണി. ഇതിലെ ആൻസർ ഓപ്ഷൻ ബി ആണ്, നർമ്മദ. അടുത്ത 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആപേക്ഷിക ആർദ്രത കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ഉപകരണമാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ബാരോമീറ്റർ, ഓപ്ഷൻ ബി വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ, ഓപ്ഷൻ സി റോട്ടോമീറ്റർ, ഓപ്ഷൻ ഡി അനിമോമീറ്റർ. ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ, വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ബുധനും ശനിയും, ഓപ്ഷൻ ബി ശുക്രനും വ്യാഴവും, ഓപ്ഷൻ സി ചൊവ്വയും ശുക്രനും, ഓപ്ഷൻ ഡി വ്യാഴവും യുറാനസും. അപ്പോൾ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹങ്ങളാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ്, ചൊവ്വയും ശുക്രനും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 41. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം? അപ്പോൾ 2011 സെൻസസ് പ്രകാരം ജനസംഖ്യ ഏറ്റവും കുറവ് അത് ഇന്ത്യയിൽ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അരുണാചൽ പ്രദേശ്, ഗോവ, മിസോറാം, സിക്കിം. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യ കണക്കാക്കിയിട്ടുള്ളത് എവിടെയായിരുന്നു? ഓപ്ഷൻ ഡി
സിക്കിമിലാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1885. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുക. അതിൽ കൂടുതലായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സാമിന് വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻസും വിടാതെ വേണം പഠിക്കാൻ.